കർണാടകയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ വിട്ടൊഴിയുന്നില്ല. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്കെതിരെ ഒളിയമ്പുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് DK ശിവകുമാർ. സോണിയാഗാന്ധിയെ ഉൾപ്പെടെ പ്രശംസിച്ച് സംസാരിക്കുകയും എന്നാൽ സിദ്ധരാമയ്യക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് DK ശിവകുമാർ അഴിച്ചുവിട്ടത്. ഇതോടെ വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ ഒന്ന് ചൂടുപിടിക്കുകയാണ്. ഡൽഹിയിൽ AICC സംഘടിപ്പിച്ച ഭരണഘടന നേരിടുന്ന വെല്ലുവിളികൾ എന്ന പരിപാടിയിൽ രാഷ്ട്രീയത്തിലെ അധികാരം പങ്കുവയ്ക്കുന്നതിനെ കുറിച്ചുള്ള സംസാര വേളയിലായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. കോൺഗ്രസിലെ തന്റെ നീണ്ടകാലത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ചും കർണാടകയിൽ പാർട്ടിയെ അധികാരത്തിലെത്തിക്കാൻ നടത്തിയ ശ്രമങ്ങളെക്കുറിച്ചും ശിവകുമാർ എടുത്തു പറയുകയും ചെയ്തു. 2004 പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് അത് മാറി നിൽക്കാനുള്ള സോണിയാഗാന്ധിയുടെ തീരുമാനത്തെ അദ്ദേഹം പ്രത്യേകം പ്രശംസിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ രാഷ്ട്രപതി സോണിയാഗാന്ധിയോട് ആവശ്യപ്പെട്ടപ്പോൾ എനിക്ക് അധികാരം പ്രശ്നമേ അല്ല, അല്ലെങ്കിൽ അത് പ്രധാനമല്ല എന്ന് പറയുകയാണ് ഉണ്ടായത്. സിഖുകാരനും ന്യൂനപക്ഷ സമുദായ അംഗങ്ങളും സാമ്പത്തിക വിദഗ്ധനുമായ ഒരാൾക്ക് രാജ്യത്തെ രക്ഷിക്കാനാകുമെന്നായിരുന്നു അദ്ദേഹം, അതായത് പ്രധാനമന്ത്രി ആകണമെന്നായിരുന്നു തീരുമാനമെടുത്തത് എന്നാണ് ശിവകുമാർ പറയുന്നത്. ഇത് രാഷ്ട്രീയ ത്യാഗത്തിന്റെ സമാനതകളില്ലാത്ത ഉദാഹരണമാണ് എന്നാണ് DK ശിവകുമാർ സിദ്ധരാമയ്യക്കെതിരെ ഒളിയമ്പ് ഏതുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും വലിയൊരു ജനാധിപത്യ രാജ്യത്ത് ആരെങ്കിലും ഇത്തരമൊരു ത്യാഗം ചെയ്തിട്ടുണ്ടോ എന്നും ഇന്നും ആരെങ്കിലും ഒരു ചെറിയ പദവി പോലും ത്യജിക്കാൻ തയ്യാറാകുന്നുണ്ടോ എന്നും പഞ്ചായത്ത് തലത്തിൽ പോലും പലരും അതിന് തയ്യാറാകുന്നില്ല. ചില MLA-മാരും മന്ത്രിമാരും അധികാരം പങ്കുവയ്ക്കാറുണ്ട്. എന്നാൽ നമ്മളിൽ ചിലർ അധികാരം പങ്കുവയ്ക്കാൻ പോലും സമ്മതിക്കാത്ത രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്നാണ് ശിവകുമാർ ഇവിടെ പറയുന്നത്. ശിവകുമാർ ആരുടെയും പേരെടുത്ത് പറഞ്ഞില്ലെങ്കിൽ പോലും അദ്ദേഹം സിദ്ധരാമയ്യക്ക് തന്നെയാണ് ഇത്തരത്തിലൊരു ഒളിയം പെയ്യുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അവിടെ നടന്ന തിരഞ്ഞെടുപ്പ് സമയത്ത് രണ്ടുപേർക്കും 2 വർഷം വീതം അവിടെ അധികാരത്തിലിരിക്കാനുള്ള ഒരു കരാറിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലൊരു രീതിയിൽ ഒപ്പുവയ്ക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് ഇപ്പോഴും അവിടെ തുടരുകയാണ് സിദ്ധരാമയ്യ ചെയ്യുന്നത്. സിദ്ധരാമയ്യയും തമ്മിലുള്ള, അതായത് ഇരുവരും തമ്മിലുള്ള അധികാരം പങ്കുവയ്ക്കുന്നതിനെ കുറിച്ചുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യമായതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ ഈ പരാമർശങ്ങൾ സിദ്ധരാമയ്യക്കെതിരെയാണ് എന്ന് തന്നെയാണ് പ്രചരണങ്ങൾ കൊഴുക്കുന്നത്. കർണാടക മുഖ്യമന്ത്രിയായി 5 വർഷം പൂർത്തിയാക്കുമെന്നും അധികാരം പങ്കിടാനുള്ള കരാറുകളൊന്നും തന്നെ ഇല്ല എന്നും അവിടുത്തെ സിദ്ധരാമയ്യ വ്യക്തമാക്കുകയാണ് ഉണ്ടായത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ശിവകുമാറിനെ ഇത് വലിയ രീതിയിൽ ചൊടിപ്പിക്കുകയും അദ്ദേഹം സിദ്ധരാമയ്യക്കെതിരെ അല്ലെങ്കിൽ രംഗത്തെത്തുന്നതും. നേതൃമാറ്റത്തെക്കുറിച്ച് ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്നായിരുന്നു കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് DK ശിവകുമാർ വ്യക്തമാക്കിയത്. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ കീഴിൽ കോൺഗ്രസ് സർക്കാർ മുന്നോട്ട് പോകുമെന്നും വ്യക്തമാക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത്. കർണാടകയിൽ സിദ്ധരാമയ്യയെ മാറ്റി DK ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കുന്നതിനെ ചൊല്ലിയുള്ള റിപ്പോർട്ടുകൾക്കിടയിലായിരുന്നു ഉപമുഖ്യമന്ത്രിയുടെ പ്രസ്താവന. അല്ലെങ്കിൽ നേതൃമാറ്റ വിഷയത്തിൽ പാർട്ടി നേതാക്കളുടെയും നിയമസഭാ അംഗങ്ങളുടെയും ഇവരോടെല്ലാം സംസാരിക്കുന്ന വേളയിലായിരുന്നു ഇത്തരത്തിലൊരു പ്രസ്താവന DK ശിവകുമാർ നടത്തിയത്. ശിവകുമാർ മുഖ്യമന്ത്രി ആകണമെന്ന പ്രസ്താവനകൾ നടത്തുന്ന രാമനഗര MLA ആയ HN ഇക്ബാൽ ഹുസൈനെ നോട്ടീസ് നൽകണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. മാത്രമല്ല സിദ്ധരാമയ്യയെ മാറ്റിക്കൊണ്ട് ശിവകുമാർ ഈ വിഷയം അവസാനത്തോടെ തന്നെ മുഖ്യമന്ത്രി, അതായത് ഈ വർഷം അവസാനത്തോടെ തന്നെ മുഖ്യമന്ത്രി ആകുമെന്നായിരുന്നു ഇദ്ദേഹം വ്യക്തമാക്കിയത്. എന്നാൽ HC ബാലകൃഷ്ണ എന്നിവരുൾപ്പെടെ തന്നെ ചില MLA-മാർ പറഞ്ഞതോടുകൂടി തന്നെ നേതൃമാറ്റത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ വീണ്ടും വലിയ ചർച്ചയാവുകയും ചെയ്തിരുന്നു. നേരത്തെയുള്ള അഭ്യൂഹങ്ങളാണ് ഇപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഉയർന്നു വരുന്നത്. പാർട്ടിയിൽ അച്ചടക്കം നിർബന്ധമാണ് എന്നും നേതൃമാറ്റത്തിന്റെ പ്രശ്നമില്ല, ഇതിനെക്കുറിച്ച് ചർച്ചയോ മറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്യില്ല എന്നതായിരുന്നു മറ്റൊരു വസ്തുത. ഇവിടെ ആർക്കും തിരക്കില്ല എന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 2028 വളരെ പ്രധാനമാണ് എന്നാണ് DK ശിവകുമാർ പറഞ്ഞത്. 2028 കർണാടകയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. പാർട്ടിയിലെ നേതാക്കളോ MLA-മാരോ ഇത്തരം കാര്യങ്ങളിൽ മാധ്യമങ്ങളോട് സംസാരിക്കരുത് എന്നാണ് ശിവകുമാർ ഇവർക്ക് താക്കീത് നൽകിയതും. ഇതിനെല്ലാം പിന്നാലെയാണ് ഇപ്പോൾ പേരെടുത്ത് പരാമർശിക്കാതെ തന്നെ സിദ്ധരാമയ്യക്കെതിരെ ഒളിയമ്പ് ഏതുകൊണ്ട് തന്നെ ശിവകുമാർ രംഗത്ത് വരുന്നത്. കാരണം അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടാത്തതിലുള്ള ഒരു രോഷം ഇവിടെ പ്രകടമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം വിലയിരുത്തുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.